ഹായ് ഹലോ വെൽക്കം ടു സി സി ബാങ്ക്. സി സി ബാങ്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ പ്രശാന്ത്. അപ്പോൾ നമ്മളിന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, നമുക്കറിയാം നമ്മളൊരു പുതിയ നോട്ടിഫിക്കേഷൻ വരാനിരിക്കുന്ന അല്ലെ ഒരു ഭാവി കാലത്തെ പറ്റിയാണ് നമ്മളിന്ന് പ്രധാനമായും ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എന്താണത്? നമ്മളെ STO അഥവാ സ്റ്റേറ്റ് ടാക്സ് ഓഫീസർ. അപ്പോൾ STOന്റെ കാര്യങ്ങൾ പറയുമ്പോൾ എന്താണ് STO? STOനെ പറ്റിയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മളെ ചാനൽ തന്നെ വീഡിയോസ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ STO ആയിട്ട് ബന്ധപ്പെട്ട പുതിയ കാര്യങ്ങൾ നമുക്കറിയാം. നമ്മൾ സബ്ജക്റ്റിലേക്ക് നമ്മൾ ഇറങ്ങുകയാണ്. STOന്റെ ഓരോ സബ്ജക്റ്റിലേക്ക് നമ്മൾ ഇറങ്ങുകയാണ്. ഓരോ സബ്ജക്റ്റ് വൈസ് പഠിക്കുമ്പോൾ അതിന് STO എന്നൊരു എക്സാം വരെ, അല്ലെങ്കിൽ STOന്റെ എക്സാമിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ STO എന്ന ജോബിന് വേണ്ടിയിട്ടോ ആ ഒരു സബ്ജക്റ്റിന്റെ എന്തിനു വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ സബ്ജക്റ്റ് എന്തിനു വേണ്ടിയിട്ടാണ് പഠിക്കുന്നത്, ആ സബ്ജക്റ്റിന്റെ കാര്യക്ഷമത എത്രത്തോളം നമ്മൾ മനസ്സിലാക്കണം എന്നീ കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് അറിയേണ്ടതുണ്ട്. കാരണം എന്നാലേ നമുക്ക് പ്രോപ്പറായിട്ട് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ, നമ്മൾ എത്രത്തോളം അതിന് വേണ്ടി എഫേർട്ട് ഇടണം, അതായത് ആ ഒരു സബ്ജക്റ്റിന് എത്രത്തോളം എഫേർട്ട് ഇടണം, അത് എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഗുണം എന്ത് എന്ന കാര്യങ്ങൾ കൂടി നമുക്ക് മനസ്സിലാക്കണം. അപ്പോൾ സാധാരണ ഇതിലൊരു എക്സാം എഴുതി ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് അതിൻ്റെ ഒരു റിസൾട്ട് മീൻസ് എന്താ, നിങ്ങൾക്ക് അതിൽ നോളജ് ഉണ്ട് എന്നാണ്, അല്ലെ, നിങ്ങൾക്ക് അതിൽ അറിവുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. അതുകൊണ്ട് തന്നെ ആ അറിവ് പല സ്ഥലങ്ങളിലും നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, പ്രകടിപ്പിക്കേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള കാര്യങ്ങൾ, അതായത് നമ്മളിപ്പോൾ GST ആണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അപ്പൊ GST നമ്മളെ STOന്റെ എക്സാമുമായിട്ട് ബന്ധപ്പെട്ട് എങ്ങനെയാണ് നമ്മൾ നോക്കുന്നത്, അല്ലെങ്കിൽ STOന്റെ ജോലി, സ്റ്റേറ്റ് ടാക്സ് ഓഫീസർ എന്ന ജോലിക്ക് വേണ്ടിയിട്ട് അവിടെ എത്രത്തോളം നമുക്ക് ബെനിഫിറ്റ് ആണ് ഈ GST പഠിച്ചാൽ എന്നീ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് സബ്ജക്റ്റിലേക്ക് നമ്മൾ എന്താണ് ഇറങ്ങി ചെല്ലുകയാണ്. ഓക്കെ, അപ്പോൾ മറ്റൊരു കാര്യം കൂടി, നമ്മളെ STOന്റെ പുതിയ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ലൈവ് ക്ലാസ്സും റെക്കോർഡ് ക്ലാസ്സും അതേപോലെ PYQ അനാലിസിസും സബ്ജക്റ്റ് വൈസ് എക്സാമുകളും അതേപോലെ തന്നെ വീക്ക്ലി ആൻഡ് മന്ത്ലി എക്സാമുകൾ തുടങ്ങിയ അതുപോലെ PDF നോട്ടുകൾ, ഇങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സോട് കൂടിയാണ് നമ്മളെ STOന്റെ പുതിയ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ബാച്ചുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയാനും ബാച്ചിൽ ജോയിൻ ചെയ്യാൻ നമ്മളെ ബോർഡ് നമ്പറായ 89 21 44 05 80 നമ്പറിലെ കോൺടാക്ട് ചെയ്യാം. ശരി, നമുക്ക് നോക്കാം. വൈ GST ഈസ് ഇമ്പോർട്ടൻറ്റ് ഫോർ STO എക്സാം. അതായത് STOന്റെ എക്സാമിന് GST എന്തുകൊണ്ടാണ് ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ട് മാറുന്നത്, എന്താണ് അതിനുള്ള കാരണം നമുക്ക് നോക്കാം. നിങ്ങൾക്ക് ഈ ഒരു കണ്ടന്റ് അല്ലെങ്കിൽ ഈ ഒരു കാര്യം നിങ്ങളിലേക്ക് എത്തിക്കാൻ, അല്ലെങ്കിൽ നിങ്ങൾ പലർക്കും അറിയുന്നതായിരിക്കും, എന്നാൽ ഒന്നുകൂടി നമുക്ക് എന്ത് ചെയ്യാം, റീവൈൻഡ് ചെയ്യാം എന്താണെന്നുള്ളത്. ഓക്കെ, GSTയുടെ വെയിറ്റേജ് എന്ന് പറയുമ്പോൾ നമുക്ക് 10 മാർക്കാണ് നമുക്ക് വെയിറ്റേജ് ആയിട്ട് വരുന്നത്. ഡെഫിനിഷൻ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കഴിഞ്ഞ എക്സാമിന് അങ്ങനെ തന്നെയായിരുന്നു. സെക്ഷൻസ്, ഷെഡ്യൂള് ഇമ്പോർട്ടൻ്റ്, അതായത് GSTയുടെ സെക്ഷൻസും അതേപോലെ ഷെഡ്യൂളുകളും ഇതിൽ എന്താണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നുണ്ട്. അതുപോലെ പ്രാക്ടിക്കൽ ടാക്സേഷൻ കോൺസെപ്റ്റ് ആണ് ഇവിടെ നമ്മൾ പ്രധാനമായിട്ടും പഠിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രാക്ടിക്കലി ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്താ, ഫ്യൂച്ചർ ബെനിഫിറ്റിലേക്ക് നമുക്ക് ഉപയോഗിക്കാം. പ്രാക്ടിക്കലി ആയതുകൊണ്ട് തന്നെ ഫ്യൂച്ചർ ബെനിഫിറ്റിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു കണ്ടന്റ് അല്ലെങ്കിൽ GST നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പൊ GSTയിൽ പ്രധാനമായും പഠിക്കേണ്ടത് എന്താ, നമ്മൾ ഇവിടെ കൂടുതലായിട്ടും ഡെഫിനിഷൻ ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കൂടാതെ സെക്ഷൻസ്, ഷെഡ്യൂളുകളും എന്ത് ചെയ്യണം, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കണം. സെക്ഷനുകളും ഷെഡ്യൂളുകളും ഇവിടെ എന്ത് ചെയ്യണം, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, നോക്കാം എന്തായിരിക്കും ഇവിടെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ വരുന്ന ക്വസ്റ്റ്യൻസ് GSTയിൽ. സാധാരണഗതിയിൽ നമ്മളെ PSC നടത്തുന്ന പരീക്ഷകൾക്ക് നമ്മളെ സബ്ജക്ട് ബേസ്ഡ് ആണെങ്കിൽ, ഇപ്പൊ കഴിഞ്ഞ ജൂനിയർ അക്കൗണ്ടന്റ് പോലെ അല്ലെ HST കൊമേഴ്സ് പോലുള്ള പരീക്ഷകൾ വരുന്ന സമയത്ത് അവിടെ ക്വസ്റ്റ്യൻ നമ്മൾ നോക്കുന്ന സമയത്ത് സ്വാഭാവികമായും ഈ ഡയറക്റ്റ് MCQ അല്ലാതെ മറ്റു ചില ക്വസ്റ്റ്യൻസ് അതിലേക്ക് കയറി വരാറുണ്ട്. അതായത് അസേർഷൻ റീസൺ പോലെ, സ്റ്റേറ്റ്മെന്റ് പോലെ, മാച്ച് ദ ഫോളോയിങ് പോലെ, അല്ലെ കോസ് ആൻഡ് എഫക്റ്റ് പോലെ, ഇങ്ങനെയുള്ള പല ചോദ്യങ്ങളും അതിൽ എന്ത് ചെയ്യാറുണ്ട്, വരാറുണ്ട്. അപ്പോൾ ആ ഒരു അതേ രീതിയിലുള്ള ക്വസ്റ്റ്യൻ പാറ്റേൺ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെയും നമ്മൾ പ്രതീക്ഷിക്കണം. അതേ രീതിയിലുള്ള ക്വസ്റ്റ്യൻ പാറ്റേൺ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ പ്രതീക്ഷിക്കണം. നോക്കിയേ, നമുക്ക് MCQ വരാനുള്ള സാധ്യത ഉണ്ട്, അല്ലെ. MCQ നമുക്ക് എന്തായാലും വരും. MCQ അവിടെ വരാനുള്ള സാധ്യത ഉണ്ട്. കാരണം MCQ ആണ് നമ്മുടെ പ്രധാനമായിട്ടുള്ള ഒരു കാര്യം. അപ്പോൾ MCQ നിർബന്ധമായിട്ട് എന്ത് ചെയ്യും, MCQ വരും. MCQ ചോദ്യങ്ങൾ. അപ്പോൾ MCQ വരുമ്പോൾ അവിടെ ചോദ്യം ഉണ്ടാവും, അതേപോലെ ഓപ്ഷൻസ് ഉണ്ടാവും. നിങ്ങൾക്ക് അറിയാം അല്ലെ. മിക്കവാറും MCQs എന്തായിരിക്കും, ചിലപ്പം ഡയറക്റ്റ് MCQ ആയിരിക്കും വരാൻ സാധ്യത കൂടുതൽ. ഡയറക്റ്റ് MCQ തന്നെയായിരിക്കാം വരാൻ സാധ്യത കൂടുതൽ. പിന്നെ സ്റ്റേറ്റ്മെന്റ് ബേസ്ഡ് ചോദ്യങ്ങളാണ്. അപ്പൊ അവിടെ സ്റ്റേറ്റ്മെന്റ് ബേസ്ഡ് ചോദ്യങ്ങൾ നമുക്ക് 2 വേണമെങ്കിൽ തരംതിരിക്കാം. ഒന്ന് എന്താണ്, സ്റ്റേറ്റ്മെന്റ് 1 അതേപോലെ സ്റ്റേറ്റ്മെന്റ് 2 എന്നിങ്ങനെ 2 സ്റ്റേറ്റ്മെന്റ് തന്നിട്ട് അതിൽ നിന്ന് എന്ത് ചെയ്യാം, ശരിയുള്ളതും തെറ്റുള്ളതും തിരഞ്ഞെടുക്കുക, അല്ലെങ്കിൽ കൃത്യമായ എക്സ്പ്ലനേഷൻ ആയത് തിരഞ്ഞെടുക്കുക, എക്സ്പ്ലനേഷൻ അല്ലാതെ ഇങ്ങനെയുള്ള പല കാര്യങ്ങളും എന്ത് ചെയ്യുക, അവിടെ തിരഞ്ഞെടുക്കുക. അതേപോലുള്ള ഒന്നാണ് എന്ത്, അസേർഷൻ അതേപോലെ തന്നെ റീസൺ. അസേർഷൻ അതേപോലെ റീസൺ. അപ്പോൾ ഒരു സ്റ്റേറ്റ്മെന്റ് ലെവൽ എന്ന് പറയുന്നത് നമുക്ക് ഈ 2 ചോദ്യങ്ങൾ അവിടെ നിർബന്ധമായിട്ട് നമുക്ക് എന്ത് ചെയ്യണം, അവിടെ കാണേണ്ടതാണ്. ഈ ചോദ്യങ്ങൾ നിർബന്ധമായിട്ടും ഉണ്ടാവും. പിന്നെ ചിലപ്പം വരാൻ സാധ്യതയാണ് കോസ് ആൻഡ് എഫക്റ്റ് സാധ്യതകളാണ്. ഓക്കെ,
പിന്നെ സിനാരിയോ, ഇവിടെ GST ആയതുകൊണ്ട് തന്നെ ഒരു സിറ്റുവേഷൻ തന്നിട്ട് ആ സിറ്റുവേഷനിൽ നമ്മൾ, അതായത് ആസ് എ ബിസിനസ് ഓണർ എന്ന രീതിയിൽ അല്ലെങ്കിൽ ആസ് എ STO എന്ന രീതിയിൽ നിങ്ങൾ എങ്ങനെ അതിനോട് പ്രതികരിക്കും എന്ന രീതിയിലുള്ള ചോദ്യങ്ങളും വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ അതൊക്കെ ഇവിടെ സ്റ്റേറ്റ്മെന്റ് ബേസ്ഡ് ആയ ചോദ്യങ്ങളിലേക്ക് വളരെ എന്ത് ചെയ്യുന്നു, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പിന്നീട് മാച്ച് ദ ഫോളോയിങ് ആണ്. നമുക്കറിയാം അല്ലേ, ചിലപ്പം നമ്മളെ CGST അതേപോലെ SGST ഒക്കെ വെച്ചിട്ടായിരിക്കാം വരിക, അല്ലെങ്കിൽ സെക്ഷനുകൾ വെച്ചിട്ടായിരിക്കാം, അങ്ങനെയുള്ള പല കാര്യങ്ങൾ വെച്ചിട്ടായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ പെനാൽറ്റീസ് വെച്ചിട്ടായിരിക്കും അല്ലെ. അതേപോലെ തന്നെ സെക്ഷനുകളും അതേപോലെ അതിന് അനുബന്ധമായുള്ള ശിക്ഷകളും അല്ലെ, നമ്മൾ ചെയ്ത എന്തെങ്കിലും GSTയുടെ ബന്ധപ്പെട്ട എന്തെങ്കിലും തെറ്റുകൾ ചെയ്തിട്ടുണ്ട് അതിന്റെ ശിക്ഷകൾ, അങ്ങനെയുള്ള പല കാര്യങ്ങൾ അവിടെ എന്ത് വന്നേക്കാം, മാച്ച് ദ ഫോളോയിങ് വന്നേക്കാം. പിന്നീട് കേസ് സ്റ്റഡി. ഈ കേസ് സ്റ്റഡിയാണ് ഞാൻ നേരത്തെ പറഞ്ഞൊരു സിറ്റുവേഷൻ തന്നിട്ട് ആസ് എ STO ഓഫീസർ എന്ന രീതിയിൽ ചിലപ്പോൾ എന്ത് വന്നേക്കാം, ചോദ്യങ്ങൾ വന്നേക്കാം. അപ്പൊ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഒരുപാട് വരാൻ, ഇത്തരത്തിലുള്ള ഒരുപാട് ടൈപ്പ് ചോദ്യങ്ങൾ വരാനുള്ള സാധ്യത അവിടെ വളരെ കൂടുതലാണ്. ഓക്കെ. പിന്നെ GST ആക്ട് ഇൻക്ലൂഡഡ് ഇൻ STO സിലബസ്. സാധാരണഗതിയിൽ നമ്മൾ STOയുടെ സിലബസ്, നമ്മൾ കഴിഞ്ഞ എക്സാമിന്റെ സിലബസ് വെച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇപ്പൊ അനാലിസിസ് ചെയ്യുന്നത്. അപ്പൊ കഴിഞ്ഞൊരു എക്സാമിന്റെ സിലബസ് വെച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ 5 ആക്ടുകളാണ് പ്രധാനമായിട്ട് നമുക്ക് നോക്കാം. എന്താണ്? ഒന്ന് കേരള SGST ആക്ട്, പിന്നീട് CGST ആക്ട്, അതേപോലെ തന്നെ IGST ആക്ട്, അതേപോലെ UTGST ആക്ട്, അതേപോലെ തന്നെ GST കോമ്പൻസേഷൻ ടു സ്റ്റേറ്റ് ആക്ട് 2017. ഇത്തരത്തിലുള്ള ആക്ടുകളാണ് പ്രധാനമായിട്ടും നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, ഈ ഒരു STOയുടെ സിലബസിൽ അടങ്ങിയിരിക്കുന്നത്, നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് പഠിക്കേണ്ടത് തന്നെയാണ്. ഓക്കെ. ദെൻ ഓക്കെ, നമുക്ക് ഈ ഒരു GSTയുടെ പഠനം ഒരു ഈസി ആക്കി മാറ്റാം. എങ്ങനെയായിരിക്കാം മാറ്റാൻ വേണ്ടി പറ്റുക? നമ്മളെ സിലബസ് ഒന്നായിട്ട് നമ്മൾ എടുത്തിട്ട് അതിനെ നമ്മൾ ബ്ലോക്കുകളാക്കി തരംതിരിക്കുകയാണ്. 5ഓളം ബ്ലോക്കുകൾ തരംതിരിച്ചു. 5ഓളം ബ്ലോക്കുകളിൽ ഓരോ ബ്ലോക്കിൽ നമ്മൾ കൃത്യമായിട്ട് പഠിക്കേണ്ട കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യണം, പഠിക്കുകയാണ് അല്ലെ. ബ്ലോക്ക് 1 രജിസ്ട്രേഷനെ പറ്റി പഠിക്കുന്നു, 2 ITCനെ പറ്റി പഠിക്കുന്നു, 3 റിട്ടേൺ ആൻഡ് പേയ്മെന്റ്, 4 അസസ്മെന്റ് ആൻഡ് ഓഡിറ്റ്, ദെൻ 5 ഓഫൻസ് ആൻഡ് പെനാൽറ്റീസ്. ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ടൈപ്പുകളായിട്ട് നമ്മളൊരു ബോക്സുകളാക്കി നമ്മൾ എന്ത് ചെയ്യാണ്, തരംതിരിക്കുകയാണ്. ഓക്കെ. ദെൻ നോക്കാം. 1 രജിസ്ട്രേഷൻ എന്ന രീതിയിൽ വരുമ്പോൾ അവിടെ എന്തൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരിക? നമുക്കറിയാം GSTയുടെ രജിസ്ട്രേഷൻ ആണ്. അപ്പോൾ എന്തൊക്കെയായിരിക്കും വരും നോക്കാം. നമുക്ക് ഇമ്പോർട്ടൻ്റ് ഏരിയ എന്ന് പറയുമ്പോൾ പേഴ്സൺ ലാബിൾ ഫോർ രജിസ്ട്രേഷൻ, അതായത് GST രജിസ്ട്രേഷന്റെ കാര്യങ്ങൾ, കമ്പൽസറി രജിസ്ട്രേഷൻ്റെ അത്, ഡീംഡ് രജിസ്ട്രേഷൻ, കാഷ്വൽ ടാക്സബിൾ പേഴ്സൺ, നോൺ റെസിഡന്റ് ടാക്സബിൾ പേഴ്സൺ, ക്യാൻസലേഷൻ ഓഫ് രജിസ്ട്രേഷൻ തുടങ്ങിയ കാര്യങ്ങൾ അവിടെ രജിസ്ട്രേഷൻ ഏരിയകൾ വരുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ ആക്ടുകൾക്ക് പുറമെയാണ്, അതായത് ഞാൻ നേരത്തെ CGST തുടങ്ങിയ ആക്ടുകളിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പല കാര്യങ്ങളും നമ്മൾ നോക്കാണ്. അതിന് പുറമെ ഇവിടെ എന്താണ് നമുക്ക് പഠിക്കാനുള്ള ഏരിയ കൂടെ ഇവിടെ എന്ത് ചെയ്യാണ്, നമ്മൾ സൂചിപ്പിക്കുകയാണ്. ഓക്കെ. ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് ആദ്യത്തെ രജിസ്ട്രേഷൻ എന്ന രീതിയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് നോക്കാനുള്ളത്. ഓക്കെ. ഇവിടെ നിന്നൊക്കെ ഒരുപാട് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് വരാനുള്ള സാധ്യതയുണ്ട്. പിന്നീട് ITCയിലേക്ക് വരുമ്പോൾ, ITCയുടെ കേസിൽ വരുമ്പോൾ നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം GSTയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ITC ക്ലെയിം ചെയ്യാന്ന് വെച്ചാൽ തന്നെ അതിലാണ് ശരിക്കും പറഞ്ഞാൽ GSTയുടെ ഓരോ കാര്യങ്ങൾ അല്ലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മളെ ബിസിനസ്സുകാരൊക്കെ അല്ലെ, നമ്മൾ ബിസിനസ്സുകാരൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണുന്ന ഒരു കാര്യമാണ് നമ്മൾ ITC എന്ന് പറഞ്ഞത്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ടോപ്പിക് തന്നെയാണ് നമ്മൾ ITC എന്ന് പറയുന്നത് അല്ലെ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക് തന്നെയാണ് എന്ത്, ITC എന്ന് പറയുന്നത്. ITCക്കൊക്കെ എന്താ സംഭവം വെച്ചാൽ എലിജിബിലിറ്റി ഒക്കെ ഇവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. മിക്ക പരീക്ഷയ്ക്കും, അതായത് GSTയുമായിട്ട് ബന്ധപ്പെട്ട പരീക്ഷകൾ നടക്കുന്നുണ്ടെങ്കിൽ അതിനൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണാൻ വരുന്നൊരു ചോദ്യമാണ് ITCയിൽ നിന്ന്. പ്രധാനമായിട്ടും എന്താണ് ITC നേടാനുള്ള എലിജിബിലിറ്റി എന്താണ്, ITCയുടെ കണ്ടീഷൻ എന്താണ്, ബ്ലോക്കഡ് ക്രെഡിറ്റ് എന്തൊക്കെയാണ്, പിന്നെ അപ്പോർച്ച്മെന്റ് ഓഫ് ക്രെഡിറ്റ് എന്താണ്, ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ട് തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ അവിടെ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് പഠിക്കണം, നമ്മൾ നോക്കണം. അപ്പോൾ ഇവിടെ ITC വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കൂടാതെ ഇത്തരത്തിലുള്ള കൊമേഴ്സിൽ നമ്മൾ GST ബേസ്ഡ് ആയിട്ടുള്ള പരീക്ഷകൾ വരുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ GST സബ്ജക്ട് അതിൽ ഇൻക്ലൂഡ് ആണെങ്കിൽ ITC എന്ന ചോദ്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരാനുള്ള സാധ്യത കൂടിയാണ്. അപ്പോൾ ITC വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ദെൻ സപ്ലൈ അണ്ടർ GST. ശരിക്കും പറഞ്ഞാൽ GSTയുടെ ഒരു ഹേർട്ടാണ് ഈ സപ്ലൈ എന്ന് വെച്ചാൽ അല്ലെ. അപ്പോൾ ഇവിടെ നിന്ന് എങ്ങനെയായിരിക്കും നമ്മൾ ഇവിടെ പഠിക്കാൻ വേണ്ടി പറ്റുക? ഓക്കെ. ഇവിടെ പ്രധാനമായിട്ടും സ്കോപ്പ് ഓഫ് സപ്ലൈ, അതേപോലെ തന്നെ സപ്ലൈ വിത്ത് കൺസിഡറേഷൻ, പിന്നീട് സപ്ലൈ വിത്തൗട്ട് കൺസിഡറേഷൻ ഇമ്പോർട്ടൻ്റ് ആണ് രണ്ടും. പിന്നീട് കോമ്പോസിറ്റ് സപ്ലൈ, മിക്സഡ് സപ്ലൈ. അപ്പൊ സപ്ലൈ എന്ന് പറയുമ്പോൾ ഇവിടെ സൂചിപ്പിച്ചു GSTയുടെ എന്താണ്, ഒരു ഹൃദയമാണ് അല്ലെ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. GSTയുടെ ഒരു ഹൃദയമാണ് ഈ ഒരു സപ്ലൈ എന്ന് വെച്ചാൽ. അപ്പോൾ ഇവിടുന്നും നല്ല രീതിയിലുള്ള ചോദ്യങ്ങൾ ഇത്തരത്തിലുള്ള ഓരോ, ഇപ്പോൾ നമുക്കറിയുമ്പോൾ സപ്ലൈ വിത്ത് കൺസിഡറേഷനും സപ്ലൈ വിത്തൗട്ട് കൺസിഡറേഷനും
ഇവിടെ വേണമെങ്കിൽ നമുക്കൊരു മാച്ച് ഫോളോയിങ് ഒക്കെ നമുക്ക് വേണമെങ്കിൽ പ്രതീക്ഷിക്കാം അല്ലെ. അപ്പൊ ഇത്തരത്തിലുള്ള ഏരിയ എന്നൊക്കെ കൃത്യമായിട്ട് എന്ത് ചെയ്യുക, പഠിക്കുന്ന സമയത്ത് ഒരു ഡെഫിനിഷൻ എന്താണോ അതിൽ നിന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത് പഠിക്കുക. ഇമ്പോർട്ടൻ്റ് ആയ സെക്ഷൻ ഉണ്ടെങ്കിൽ ആ സെക്ഷൻസ് എന്താണെന്നുള്ളത് നമ്മൾ കറക്റ്റായിട്ട് നോക്കുക. പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട ഏരിയകൾ, അതായത് ടൈപ്സ് ഉണ്ടെങ്കിൽ അത് പഠിക്കുക. കൂടാതെ അഡ്വാൻറ്റേജസ്, ഒബ്ജക്റ്റീവ്സ്, ലിമിറ്റേഷൻസ്, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ കൃത്യമായിട്ട് പഠിക്കണം. അപ്പൊ നമ്മൾ വെറുതെ ആ ഡെഫിനിഷൻ മാത്രം പഠിച്ചു പോയതുകൊണ്ട്, സെക്ഷൻ പഠിച്ചു പോയതുകൊണ്ട് കാര്യമില്ല. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു ഏരിയയിൽ നിന്ന്, അതായത് നമ്മളെ ഓരോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയയിൽ നമ്മൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് പഠിക്കുക തന്നെ വേണം. ശരി, അടുത്ത് നോക്കാം. അടുത്ത GST റിട്ടേൺ ആണ്. GST റിട്ടേൺ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് നമ്മളെ ഈ വീഡിയോ കാണുന്ന ആൾക്കാരിൽ തന്നെ പലരും നമ്മൾ GST റിട്ടേൺ ഒക്കെ പഠിച്ച് ചെയ്യുന്ന ആൾക്കാരുണ്ടായിരിക്കും അല്ലെ. അവരെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ അവർക്ക് വളരെ എളുപ്പമായിട്ടുള്ളതും അവർ പ്രാക്ടിക്കലി ചെയ്യുന്ന ഒരു കാര്യമായിരിക്കും. പ്രാക്ടിക്കലി ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ എങ്ങനെയാണ് ഒരു അക്കാദമിക് തരത്തിലേക്ക് അല്ലെ എഴുതാൻ പറ്റുക, അതിനകത്ത് എന്തൊക്കെയാണുള്ളത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. നോക്കിയേ, ഇവിടെ GST റിട്ടേൺ എന്ന് പറയുമ്പോൾ ഇമ്പോർട്ടൻ്റ് ആ റിട്ടേൺ എത്രയാണ്, 1, 3B, ആനുവൽ റിട്ടേൺ, ഫൈനൽ റിട്ടേൺ തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇവിടെയൊക്കെ പഠിക്കുമ്പോൾ GST പറ്റി, റിട്ടേണുകളെ പറ്റി പഠിക്കുമ്പോൾ എന്തിനാണ് റിട്ടേൺ ചെയ്യുന്നത്, റിട്ടേണിന്റെ ആവശ്യകത എന്ത്, അതേപോലെ റിട്ടേൺ ചെയ്യാൻ ആർക്കൊക്കെയാണ്, ഓരോന്നും എന്തിനൊക്കെയാണ് റിട്ടേൺ ചെയ്യേണ്ടത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് പഠിക്കാം. പിന്നീടോ ഔട്ട്വേർഡ് സപ്ലൈ എന്താണ്, ഇൻവേർഡ് സപ്ലൈ, മാച്ചിങ് ഓഫ് ITC, റിവേഴ്സ് ആൻഡ് റീക്ലെയിം ഓഫ് ITC, ഇതൊക്കെ അവിടെ നമ്മളെ റിട്ടേണിന്റെ കേസിൽ വരുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ റിട്ടേൺ പഠിക്കുന്ന സമയത്ത് പ്രോപ്പർ ആയിട്ട് എന്താണ് റിട്ടേൺ, എന്തിനാണ് അത് ചെയ്യുന്നത്, അവിടെ സെക്ഷൻസ് ഉണ്ടെങ്കിൽ ആ സെക്ഷൻസ്, കൂടാതെ ഓരോരോ റിട്ടേണും എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്. സപ്ലൈയായിട്ട് ബന്ധപ്പെട്ടത് എന്ത്, ആനുവൽ റിട്ടേണുമായിട്ട് ബന്ധപ്പെട്ടതുണ്ട്, ഫൈനൽ റിട്ടേണുമായിട്ട് ബന്ധപ്പെട്ടത് ഏതൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളും ഏത് സെക്ഷൻ പ്രകാരമാണെന്നുള്ള കാര്യങ്ങളൊക്കെ പ്രോപ്പർ ആയിട്ട് പഠിക്കും. ഇവിടെ GSTന്റെ അകത്ത് സെക്ഷൻ എന്ന് പറയുന്നത് എന്താണ്, വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നീട് അസസ്മെന്റ് ആൻഡ് ഓഡിറ്റ്, ഇവിടെ എന്താ പറയുന്നത്, അതായത് ഇമ്പോർട്ടൻ്റ് ആയ ഒരു കോൺസെപ്റ്റ് ആണ്. നമ്മളെ സെൽഫ് അസസ്മെന്റ് ഇവിടെ പറയുന്നുണ്ട്. ഓഡിറ്റ് ബൈ ടാക്സ് അതോറിറ്റീസ്, ഇൻസ്പെക്ഷൻ, സെർച്ച്, അറസ്റ്റ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. അതായത് ഇവിടെ നമ്മൾ GST ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു ഇൻസ്പെക്ഷൻ, നമ്മൾ സാധാരണഗതിയിൽ ഒരു നമ്മൾ വാട്സപ്പിലൊക്കെ കാണുന്നുണ്ട് അല്ലെ, 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ തന്നെ വെരിഫൈ ചെയ്യാണ്. അതേപോലെ തന്നെ ഇവിടെ എന്താണ്, നമ്മൾ ചെയ്ത കാര്യങ്ങളൊക്കെ പ്രോപ്പർ ആയിട്ട് അവിടെ അതോറിറ്റി വന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ അതിലെന്തെങ്കിലും വിട്ടുവീഴ്ചകൾ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ അതിനനുബന്ധമായിട്ട് നമ്മൾ എക്സ്പ്ലനേഷൻ കൊടുക്കണം. അതുമല്ല വലിയ രീതിയിലുള്ള വെട്ടിപ്പ്, തട്ടിപ്പ് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് അതിനകത്ത് എന്ത് വരും, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കേസുകൾ, കോടതി, നിയമവ്യവസ്ഥകളൊക്കെ ബാധകമായുള്ള കാര്യങ്ങൾ അവിടെ വരും. അപ്പോൾ ഇവിടെ എന്താണ് സെൽഫ് അസസ്മെന്റ്, അതേപോലെ തന്നെ ടാക്സ് ഓഡിറ്റ് നടത്താനുള്ള അതോറിറ്റീസ് ആരൊക്കെയാണ്, അവിടെ ഏതൊക്കെ പേഴ്സൺ ആണ് അതോറിറ്റി നടത്താൻ വേണ്ടി പറ്റുക, അല്ലെങ്കിൽ ഓഡിറ്റ് നടത്താൻ വേണ്ടി പറ്റുന്ന അതോറിറ്റി ആരൊക്കെയാണ്, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, പ്രോപ്പർ ആയിട്ട് ഇവിടെ നമ്മൾ പഠിക്കും. ദെൻ അടുത്താണ് ഒഫൻസ് ആൻഡ് പെനാൽറ്റീസ്. അതായത് നമ്മൾ സാധാരണഗതിയിൽ പറയാറുണ്ട് ടാക്സ് വെട്ടിപ്പ് എന്നൊക്കെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ചില ന്യൂസ് ചാനലിലും അതേപോലെ പത്രത്തിലൊക്കെ കേൾക്കാറുണ്ട് അല്ലെ. അപ്പോൾ 2 കാര്യങ്ങൾ ഇവിടെ പഠിക്കണം. എന്താ, നിയമപരമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, നമുക്ക് ചില ലൂപ്പ് ഹോളുകളും മറ്റും പ്രയോഗിച്ചുകൊണ്ട് ടാക്സ് കുറയ്ക്കാൻ വേണ്ടി പറ്റും. അത് നിയമപരമായിട്ടാണ്. നിയമമല്ലാത്ത, അതായത് നിയമത്തിനെതിരെയായിട്ട് പ്രവർത്തിക്കുമ്പോഴാണ് അത് എന്താവുന്നത്, അത് ഇത്തരത്തില് ഒരു നമ്മളെ ശിക്ഷകൾ എന്ന രീതിയിൽ ഇവിടെ വരുന്നത് നമുക്കെതിരെ. അപ്പൊ ഇവിടെ പ്രധാനമായും നമുക്ക് ഒഫൻസ്, അതായത് GST ഒഫൻസ്, GSTക്കെതിരെയുള്ള എന്താണ് ഒഫൻസുകൾ, അതേപോലെ അതിനനുബന്ധമായിട്ട് പെനാൽറ്റീസ് എന്തൊക്കെയാണ്. ഇവിടെ നമുക്ക് പ്രധാനമായിട്ടും ഹൈലി സ്കോറിംഗ് ഏരിയ ആണ് നമ്മളെ ഈ ഒരു ഏരിയ. പ്രധാനമായിട്ടും നമ്മുടെ ടാക്സ് ഇവേഷൻ എന്താണ്, റോങ് ITC ക്ലെയിം എന്താണ് അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്, അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് നമുക്ക് എന്തൊക്കെയാണ് ശിക്ഷകൾ ലഭിക്കാൻ വേണ്ടി പോവുക, ഫേക്ക് ഇൻവോയ്സ്, പെനാൽറ്റി പോൾ പ്രൊവിഷൻ, അതേപോലെ കോമ്പൗണ്ടിങ് ഒഫൻസ്, ഇത്തരത്തിൽ ഒരുപാട് കാര്യങ്ങൾ. അതായത് ഇവിടെ ഹൈലി സ്കോറിംഗ് ഏരിയ ആണ്. കൂടാതെ നമ്മൾ ഈ ഒരു ഏരിയ പഠിക്കുന്നതിൻ്റെ കൂടെ തന്നെ നമ്മളെ ജോലിയുമായിട്ട് ബന്ധപ്പെട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, പ്രാക്ടിക്കൽ ഒരുപാട് കാര്യങ്ങൾ നേടാനും പറ്റും. അതായത് ഈ സെക്ഷൻസ് ഒക്കെ നമുക്ക് മനസ്സിലാവുകയാണെങ്കിൽ നമുക്ക് സുഖമായിട്ട് ഒരു സ്ഥലത്ത് വാദിക്കാനോ അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് നമുക്ക് ഇതിനെപ്പറ്റി പറയാനോ പറ്റും. എന്ത് ചെയ്യുക, കൃത്യമായിട്ട് എന്താണ് ഓരോരോ ഒഫൻസും, അതേപോലെ അതിൻ്റെ കൃത്യമായിട്ടുള്ള പെനാൽറ്റീസ് എന്താണെന്നുള്ളത് എന്ത് ചെയ്യുക, പ്രോപ്പറായിട്ട് നിങ്ങൾ പഠിച്ചു വെക്കണം. ഓക്കെ, ഇനി പ്ലേസ് ഓഫ് സപ്ലൈ ആണ് അടുത്തത്. എന്താണ് അവിടെ ഇന്റർ സ്റ്റേറ്റ് എങ്ങനെയാണ്, ഇൻട്രാ സ്റ്റേറ്റ് എങ്ങനെയാണ്, അതിന്റെ ഡിഫറൻസ് മിക്കവാറും ചോദിക്കാൻ സാധ്യതയുണ്ട്. അതായത് എന്താണ് ഇൻട്ര, അതിൽ അടങ്ങിയിരിക്കുന്ന കാര്യങ്ങൾ വിത്ത് എക്സാമ്പിൾ ചിലപ്പോൾ എന്ത് ചെയ്യും നമുക്ക് എഴുതേണ്ടതായിട്ട് വരും, ശ്രദ്ധിക്കുക. പിന്നെ ടെറിട്ടോറിയൽ, അതേപോലെ പ്ലേസ് ഓഫ് സപ്ലൈന്റെ റൂൾസ് എന്താണ്,
പ്ലേസ് ഓഫ് സപ്ലൈൻ്റെ റൂൾസ് അതും എന്താണ് IGSTയുടെ കേസിൽ അതായത് നമ്മൾ നേരത്തെ എന്തേ പറഞ്ഞുള്ളൂ CGSTയും അതേപോലെ SGSTയുമാണ് നമ്മൾ പറഞ്ഞത്. ഇവിടെ IGST നമ്മൾ പഠിക്കുന്ന സമയത്ത് ഉള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 4 കാര്യങ്ങളാണ് ഇത്. ഓക്കെ, ശരി. പിന്നെ GST കോമ്പൻസേഷൻ ടു സ്റ്റേറ്റ് ആക്ട് അടുത്ത ഏരിയ എന്താ ഇവിടെ പറയുന്നത്? ഓൺലി ഫ്യൂ ഏരിയ ഇമ്പോർട്ടൻറ്റ്. ഇവിടെ പ്രധാനമായിട്ടും കുറച്ച് ഏരിയകളാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നുന്നത്. ഏതായിരിക്കാം? ബേസ് ഇയർ റവന്യൂ എന്താണ്, പ്രൊജക്റ്റഡ് ഗ്രോത്ത് റേറ്റ്, അതുപോലെ കോമ്പൻസേഷൻ ഫണ്ട് എന്താണ്, കോമ്പൻസേഷൻ സെസ് എന്താണ് തുടങ്ങിയ കാര്യങ്ങൾ എവിടെയാണ് നമ്മളെ GST കോമ്പൻസേഷൻ ടു സ്റ്റേറ്റ് ആക്ട് എന്ന രീതിയിൽ നമുക്കവിടെ പഠിക്കാനായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും ഏരിയകളാണ് നമ്മൾ GST എന്ന രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, നമുക്ക് മുന്നോട്ട് പോകാനുള്ളത്. അപ്പോൾ നമ്മളെ ഈ ഒരു ജോലിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ GST എന്നൊരു ഏരിയ. ഇതുപോലെ എല്ലാ ഏരിയയിലും നമുക്ക് എന്തെങ്കിലും ഡിസ്കസ് ചെയ്യണം. കൂടുതലായിട്ട് വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ എവിടെയായിരിക്കും എന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, കഴിഞ്ഞൊരു എക്സാം ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓരോരോ ഏരിയയുടെ ഇപ്പോൾ GST പറഞ്ഞ പോലെ തന്നെ ടാക്സ് നമുക്ക് പറയാം, ലോ നമുക്ക് പറയാം, നമ്മളെ കൊമേഴ്സ് സബ്ജക്ട് നമുക്ക് പറയാം, അല്ലെ? നിങ്ങളെ പല ഓരോ കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ സൂചിപ്പിക്കാം. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ സൂചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അതായത് കൃത്യമായിട്ട് നമ്മൾ ഇപ്പോഴേ പഠനം തുടങ്ങാനാണ്. അതായത് ഇപ്പോഴേ പഠനം തുടങ്ങി കഴിഞ്ഞ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നോക്കി ഒരു പ്രാവശ്യം കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞ് സെക്ഷൻസ് ഒക്കെയാണ്. ഈ സെക്ഷൻസ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റില്ല, സെക്ഷൻ അതിന്റെ എക്സ്പ്ലനേഷൻ, റൂള്, ഷെഡ്യൂള്, ഈ കാര്യങ്ങളൊന്നും നമ്മളുടേതായ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റില്ല, മാറ്റി എഴുതാനോ മറ്റോ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് അവിടെ എന്താണോ നിയമവ്യവസ്ഥയിൽ എഴുതി വെച്ചിരിക്കുന്നത് അത് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെയും എഴുതണം. ഒരു കുത്തോ കോമയോ അവിടെ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റില്ല, വ്യത്യാസപ്പെടാൻ വേണ്ടി പറ്റില്ല. അതുകൊണ്ട് തന്നെ 1, 2, 3 പ്രാവശ്യം നമ്മൾ കൃത്യമായി വായിച്ച് എഴുതി പഠിച്ച് നമ്മളെ തലയിൽ കൃത്യമായിട്ട് എന്ത് ചെയ്യണം, അവിടെ പ്രൊജക്റ്റ് ചെയ്ത് വെക്കണം. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അത് ഒറ്റ വായനയിലോ 2 വായനയിലോ പറ്റിയെന്ന് വരില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഇപ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, STOന് വേണ്ടി നമുക്ക് പ്രിപ്പയർ ചെയ്യാം. നമ്മളെ CCയിൽ STOന്റെ പുതിയ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് ഫീച്ചേഴ്സോട് കൂടിയാണ് നമ്മളെ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ബാച്ചുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയാനോ അപ്പോൾ നമ്മളെ STOന്റെ പുതിയ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി നമ്മളെ ബോർഡ് നമ്പറായ 89 21 44 05 80 എന്നീ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ STO ആയി ബന്ധപ്പെട്ടുകൊണ്ട് പുതിയ അപ്ഡേഷനുമായിട്ടും അതേപോലെ സബ്ജക്ട് വൈസ് ഓരോ സബ്ജക്റ്റുമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, വീണ്ടും നമുക്ക് കാണാം. അതേപോലെ CCയുടെ ആപ്പിനെ പറ്റി സൂചിപ്പിക്കട്ടെ. നമ്മളെ CCയുടെ ലേണിംഗ് ആപ്പ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തുകൊണ്ട് ഒരുപാട് GK ക്വസ്റ്റ്യൻസും അതേപോലെ തന്നെ മറ്റൊരുപാട് മത്സര പരീക്ഷകൾക്ക് വേണ്ടിയുള്ള പ്രിപ്പറേഷൻ അവിടെ നടത്താവുന്നതാണ്. ഇതാണ് ഇന്ന് പറയാനുള്ളത്. ഇനി വരുന്ന ദിവസങ്ങളിൽ നമ്മൾ STO ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആയിട്ടും അതേപോലെ തന്നെ സബ്ജക്ട് വൈസ് ഓരോന്നും കൃത്യമായിട്ട് എവിടെയൊക്കെയാണ് എന്തൊക്കെയാണ് പഠിക്കുന്നത് ഇതേപോലെ ഓരോ സബ്ജക്ട് എക്സ്പ്ലനേഷൻ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഇവിടെ നിർത്തുന്നു. താങ്ക് യു സോ മച്ച്.